വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാം തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലും നമ്മുടെ തലമുറകളിലും നിറയ്ക്കുമെന്ന് ഉറമ്പടി ചെയ്യുന്ന വേദഭാഗമാണ് യേശയ്യാ 59 അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കിലേക്ക് കർത്താവ് രക്ഷകനായി വരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് അപേക്ഷിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ താൻ അനുഭവിക്കുന്ന നിഷ്ഠൂര വേദനകളെ നിരൂപിക്കാതെ തന്നെ പാടുപെടുത്തുന്നവരുടെ പാപങ്ങൾ പൊറുക്കുന്നതിനായി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും അങ്ങേ കോപത്തെ നീക്കിയരുളേണമേ. ആമേൻ.